കഴിഞ്ഞ റമദാനിൽ ആർക്കെങ്കിലും നോമ്പുകൾ ഖളാ ഉണ്ട് എങ്കിൽ പൂർത്തിയാക്കാൻ സാധിച്ചിട്ടില്ല, യാത്ര കാരണത്താലോ അല്ലെങ്കിൽ രോഗിയായത് കാരണത്താലോ, സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർ പ്രസവിച്ചു കിടക്കുന്ന സമയത്ത്, അതല്ലെങ്കിൽ മുലയൂട്ടുന്ന കാരണത്താലോ, അല്ലെങ്കിൽ അവർക്കുള്ള ഹൈലോ നിഫാസോ ഉള്ള കാരണത്താലോ ഈ റമദാനിലെ നോമ്പ് ഉപേക്ഷിച്ചു പോയിട്ടുണ്ട് എങ്കിൽ സഹോദരങ്ങളെ, സഹോദരിമാരെ, എത്രയും പെട്ടെന്ന് ഈ ശഅബാൻ മാസത്തിൽ അവരെന്ത് ചെയ്യേണ്ടതുണ്ട്? അത് ഖളാ വീട്ടേണ്ടതുണ്ട്. വളരെ ഗൗരവത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ആർക്കെങ്കിലും ഈ 11 മാസത്തിൽ സഹോദരങ്ങളെ ഖളാ വീട്ടാൻ യാതൊരു തടസ്സവും ശർഈയായ ഒരു ഒഴികഴിവുമില്ല, എന്നിട്ടും ഒരാൾ ഖളാ വീട്ടുന്നില്ല എങ്കിൽ, അടുത്ത റമദാൻ വരെ നോക്കി നിൽക്കുകയാണ്, ഖളാ വീട്ടുന്നില്ല, ഒരു ഒഴികഴിവുമില്ല എങ്കിൽ സഹോദരങ്ങൾ, അത് ഹറാമാണ്. അവരെ സംബന്ധിച്ചിടത്തോളം നിഷിദ്ധമായ കാര്യമാണ്, അല്ലാഹുവിങ്കൽ കുറ്റം കിട്ടുന്ന കാര്യമാണ്. റമദാനിൽ അല്ലാഹു നിങ്ങൾക്ക് ഒഴികഴിവ് നൽകിയിട്ടുണ്ടെങ്കിൽ ഈ 11 മാസത്തിൽ സഹോദരങ്ങളെ അത് നോറ്റുവിട്ടുന്നതിന് വേണ്ടിയിട്ടാണ്, അതല്ലാതെ അടുത്ത റമദാൻ വരെ പിന്തിപ്പിക്കാൻ പാടില്ല. അതുകൊണ്ട് ശർഈയായ ഒഴികഴിവില്ലാതെ ആരെങ്കിലും അങ്ങനെ ചെയ്തിട്ടുണ്ട് എങ്കിൽ സഹോദരങ്ങളെ, അത് വളരെ ഗൗരവമുള്ള കാര്യമാണ്, തൗബ ചെയ്യേണ്ട കാര്യമാണ്. അവർ ആ നോമ്പ് നോറ്റുവിട്ടുന്നതിനോടൊപ്പം തന്നെ അവർ ഫിദിയ കൂടി നൽകേണ്ടതുണ്ട്. ഓരോ നോമ്പിനും 1.5 കിലോ അരി, ഓരോ നോമ്പിനും സഹോദരങ്ങൾ അരസാ ഏകദേശം 1.5 കിലോ അരി അത് കൊടുത്തു വിട്ടേണ്ടതുണ്ട്. എന്നാൽ ഒരാൾക്ക് ശർഈയായ ഒഴികഴിവുണ്ട് എന്ന് വിചാരിക്കുക, അഥവാ പ്രസവവുമായി ബന്ധപ്പെട്ട് സ്ത്രീകൾ നോമ്പ് ഒഴിവാക്കി, പിന്നീട് 1 വർഷം മുലയൂട്ടുന്നതിന്റെ കാരണത്താൽ അവർക്ക് നോമ്പെടുക്കാൻ പറ്റിയിട്ടില്ല, അല്ലെങ്കിൽ യാത്രക്കാരനായ ഒരു വ്യക്തി റമദാനിൽ നോമ്പ് ഒഴിവാക്കി, ബാക്കിയുള്ള 11 മാസത്തിൽ വല്ല ഉദറുള്ള കാര്യങ്ങൾ അവർക്കുണ്ടായി, രോഗമോ മറ്റോ ഉണ്ടായി, സഹോദരങ്ങളെ, ഇത്തരം ശർഈയായ ഒഴികഴിവ് ഒരാൾക്കുണ്ട് എങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം അല്ലാഹുവിങ്കൽ കുറ്റമില്ല. അതുകൊണ്ട് തന്നെ പിന്നീട് അടുത്ത റമദാനിന് ശേഷവും എപ്പോഴാണോ അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ആഫിയത്ത് നൽകുന്നത്, ആ സമയത്ത് നോമ്പ് നോറ്റുവീട്ടിയാൽ മാത്രം മതിയാകുന്നതാണ്. അതിനുവേണ്ടി അവർ പ്രത്യേക ഫിദിയൊന്നും അവർ നൽകേണ്ടതില്ല എന്ന കാര്യം സഹോദരങ്ങൾ മനസ്സിലാക്കുക.